പവിത്രത്തിലെ രണ്ടാം ഭാഗത്തിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കോടതിയിൽ നിന്ന് വിക്രം ഇറങ്ങി വരുമ്പോൾ കമലമ്മയും മാഷും എല്ലാവരും വിഷമിച്ച് കരയുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ അമ്മ വിഷമിക്കുന്നത്? കോടതി എന്നെ ഒരു തരത്തിൽ ശിക്ഷിക്കാൻ പറ്റത്തില്ല, തെറ്റ് ചെയ്തെങ്കിലല്ലേ ശിക്ഷിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കമലമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. വേദ എവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം കമല പറയുന്നുണ്ട്, ആ കുട്ടി നിന്നെ കാണാൻ വരും, നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ജയിലിലായാലും വന്ന് നിന്നെ കണ്ടോളൂ എന്ന് പറയുന്നുണ്ട്. എന്നാലും വിക്രം അവിടെ എല്ലാം വേദയെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ അവിടെയെങ്കിലും കാണുന്നില്ല. വേദ ദൂരെ നിന്ന് മാറി നിന്ന് ഇതൊക്കെ മറിഞ്ഞ് നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ശങ്കരൻ അങ്ങോട്ട് വരുന്നത്. ശങ്കരൻ വന്നിട്ട് പറയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ റിട്ടയർമെൻറ്റ് എടുക്കാനിരുന്നതാണ്. ഇനി ഒരിക്കൽ കൂടി ഞാൻ കോട്ടണിയും എൻ്റെ മോക്കും നിനക്കും വേണ്ടി, എനിക്കിനി 3 മക്കളേ ഉള്ളൂ, നീയും വേദയും അതേപോലെ ദീപ്തിയും, നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് മക്കളെന്ന് പറയുകയാണ്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ വിക്രത്തെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. 3 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ജീപ്പിൽ കയറ്റിയതിന് ശേഷം വിക്രം വേദയെ അവിടേക്ക് അന്നേരവും അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ദർശൻ വരുന്നത്. ദർശൻ വന്നിട്ട് പറയാണ്, ഇനി ആരെന്ത് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല, നീ എൻ്റെ അച്ഛനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാൻ വരുന്നുണ്ട്, ദർശൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് പറയാൻ വരുന്നുണ്ട്. പക്ഷെ ദർശൻ ഒന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. ശ്രീകാന്ത് ആ രീതിയിൽ ദർശനെ മാറ്റിയെടുത്തിട്ടുണ്ട്. വിക്രമാണ് ദർശൻ്റെ അച്ഛനെ കൊന്നതെന്ന് ദർശനെ പറഞ്ഞ് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാന്തും ദർശനും കൂടെ ഒരുമിച്ച് നിന്ന് വിക്രത്തിനെ അകത്താക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. ഈ സമയത്തും വിക്രം വേദയെ അന്വേഷിക്കുന്നുണ്ട്. വേദയാണെങ്കിൽ ആ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിന് ആപത്തുണ്ടാവും എന്നുള്ള മനസ്സിലാക്കിയോടെ വേദ ആ നാട് വിടുകയാണ്. അങ്ങനെ രണ്ടുപേരും 2 ഭാഗത്തേക്ക് 2 ദിക്കിലേക്ക് പോവുകയാണ്. വേദയാണെങ്കിൽ വിക്രത്തെയും കുടുംബത്തെയും അച്ഛനെയും അമ്മയും എല്ലാവരും വിട്ട് ദൂരേക്ക് പോവുകയാണ്. വിക്രമാണെങ്കിൽ ജയിലിലേക്കും പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്ത് കള്ളസാക്ഷികളും തെളിവുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് വിക്രത്തിനെതിരെ. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാഷും ശങ്കരനും എല്ലാവരും ഒന്നിക്കുന്നുണ്ട്. ശങ്കരൻ മാഷിനോട് പറയുന്നുണ്ട്, എനിക്കറിയാം മാഷേ, എൻ്റെ മകൻ കാരണമാണ് മാഷിൻ്റെ മകൻ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയ ക്രൂരനാണ് എൻ്റെ മകനെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ആ സംഭവം ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം വേദ വിളിച്ച് കാര്യങ്ങളൊക്കെ എന്നോട് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ അവിടെ വന്ന് ഈ ക്രൂരത കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു എൻ്റെ ശത്രു എന്ന് ശങ്കരൻ പറയുന്നുണ്ട്. മാഷ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ മാഷിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ശങ്കരൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേദയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇങ്ങനെ പരിഭ്രമിച്ചിരിക്കുകയാണ്. കിട്ടിയ ഒരു ട്രെയിനകത്ത് കയറി വേദ എങ്ങോട്ടോ യാത്രയാവുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വിക്രമാണെങ്കിൽ വിക്രത്തിൻ്റെ കേസായിട്ട് മുന്നോട്ട് പോവുകയാണ്. വിക്രത്തിനെ 3 ദിവസം കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ദർശനും ശ്രീകാന്തും വിക്രത്തിനെതിരെയുള്ള കേസ് ബലപ്പെടുത്തുന്നുണ്ട്. സാഹചര്യ തെളിവുകളും സാക്ഷി വിസ്താരമൊക്കെ നടക്കുന്നുണ്ട്. സാക്ഷി തെളിവുകളും എല്ലാം വെച്ച് വിക്രത്തിനെയാണെങ്കിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ദർശനും അതുപോലെ ശ്രീകാന്ത് ശ്രമിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഇതിൻ്റെ ഇടയ്ക്ക് വേദയെ അന്വേഷിക്കുന്നുണ്ട്. വേദ എന്തായാലും ശ്രീകാന്തിൻ്റെ കയ്യിൽ വന്ന് വിടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ശ്രീകാന്ത്. ഇനി എങ്ങനെയെങ്കിലും ശ്രീകാന്തിൻ്റെ വേദയും കൂടെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ശ്രീകാന്തിൻ്റെ ഉദ്ദേശമെല്ലാം നടപ്പാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ശ്രീകാന്ത്. എന്തായാലും വിക്രത്തെ ജയിലിലാക്കി അങ്ങനെ ഒരു ആശ്വാസത്തിലിരിക്കുകയാണ് ശ്രീകാന്ത്. അങ്ങനെ കോടതി വിധി വരികയാണ്. വിക്രത്തിന് 6 വർഷത്തേക്ക് കോടതി ശിക്ഷ വിധിക്കുകയാണ്. വിക്രത്തിൻ്റെ പ്രധാന ശത്രുവായിട്ട് നിൽക്കുന്നത് ദർശനാണ്. കാരണം ആ രീതിയിൽ ദർശനെ ശ്രീകാന്ത് മാറ്റിയെടുത്ത് ദർശൻ്റെ അച്ഛനെ കൊന്നത് വെറുതെ ഒരു തെറ്റും ചെയ്യാത്ത ദർശൻ്റെ അച്ഛനെ കൊന്നെന്നുള്ള രീതിയിൽ ശ്രീകാന്ത് ദർശനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വർഷയും പറയുന്നുണ്ട്, നമ്മുടെ അച്ഛനെ കൊന്ന് വിക്രത്തിനെ വെറുതെ വിടല്ലേ. അങ്ങനെ ദർശൻ അറിയാതെ തന്നെ ശ്രീകാന്ത് എല്ലാ തെളിവുകളും ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദർശനാണെങ്കിൽ വിക്രത്തെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രം ജയിലിലും വേദ എങ്ങോട്ടൊന്നുമില്ലാത്ത യാത്രയിലും എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളും സ്വത്തുക്കളെല്ലാം ശ്രീകാന്തിൻ്റെ കയ്യിൽ വന്ന് ഒതുങ്ങുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ ശങ്കരൻ പറയുന്നത് പോലും കേൾക്കാതെ ശങ്കരൻ്റെ നേരെയും ചെല്ലുകയാണ്. ഇത്രയും നാൾ ഇതെല്ലാം ഞാൻ കാത്തു സൂക്ഷിച്ചത് എനിക്ക് വേണ്ടിയാണ്, അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി കാവൽ നിന്നെയല്ലെന്നും പറഞ്ഞുകൊണ്ട് സ്വത്തുക്കളെല്ലാം ശങ്കരൻ്റെ കയ്യിൽ നിന്ന് ശ്രീകാന്ത് കൈക്കലാക്കുന്നുണ്ട്. അങ്ങനെ സർവ്വ അധികാരം കിട്ടിയ രീതിയിലാണ് ശ്രീകാന്ത്. വിക്രം ജയിലിലും വേദ എങ്ങോട്ടെന്നില്ലാതെ പോവുകയും ചെയ്യുകയാണ്.